ശരിക്കും ആ സ്ട്രഗ്ലിംഗ് പീരീഡ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ ചേട്ടാ? ഓരോ സ്ഥലത്ത് കയറി അത് അതെ അതെ. പാർവതി അന്ന് കണ്ടില്ലെങ്കിൽ എന്താ ചേട്ടാ ശരിയാവില്ല. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അതൊരു ഒരു 5 മൂളലും മൂളിക്കും. ഇമോഷൻ പറഞ്ഞാൽ മുളി കാണിച്ചത് സങ്കടം, സന്തോഷം, ദേഷ്യം, വേറെന്താ ചേട്ടാ? അതായത് ചേട്ടാ കൊച്ചി TV ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ലതാണ്. ചീരയാണ് എന്റെ ആഹാരം, അതിലാണ് എന്റെ ആരോഗ്യം. പോപ്പോ എന്ന നാവികനാണ് ഞാൻ. ആ ഒരു കാര്യം ഒരുമിച്ച് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഡിസിഷനിലേക്ക് എത്തി എന്താ? അല്ല, അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ മെയിൻ കോമ്പറ്റീഷൻ ഇയാളാണല്ലോ. ഇയാളെ പിടിച്ച് ഞാൻ കൂടെ നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് പോയാ ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? ആഹാ, ദീപാവലി. ജോസ് ലുക്കാസ്, സന്തോഷം തരും ധൈര്യം. ഫീമെയിൽ വോയിസസ് ഒക്കെയോ? ഞങ്ങളത് പറയാറില്ല. എനിക്ക് മാത്രമേ അവളെ കൊണ്ടുവരാൻ പറ്റൂ. റെക്കോർഡ് ചെക്ക്, ഇതുവരെ ഒരു ഫൈറ്റിലും തോറ്റിട്ടില്ല, ഇതിലും തോൽക്കില്ല. ഹലോ എവ്രി വൺ, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. ഇന്ന് ഹാപ്പി ഫ്രെയിംസിൽ ഭയങ്കര ഒരു സ്പെഷ്യൽ എപ്പിസോഡായിരിക്കും. കാരണം കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ട് നമ്മളിന്ന് കുറേ സംഭവങ്ങളൊക്കെ കേൾക്കാൻ പോവാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇറങ്ങിയ മൂവിയാണ് കൽക്കി. ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മൂവിയിൽ ഭൈരവയുടെ ക്യാരക്ടർ അതുപോലെ തന്നെ കൃഷ്ണൻ്റെ ക്യാരക്ടേഴ്സിനെ ഡബ് ചെയ്തിട്ടുള്ള നമ്മളുടെ സ്വന്തം അരുൺ ചേട്ടനും അജിത് ചേട്ടനാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. പല വോയിസസിൽ നമ്മൾ ഇവരെ കണ്ടിട്ടുണ്ട്. മെയിനായിട്ട് അരുൺ ചേട്ടൻ്റെ പ്രഭാസിൻ്റെ വോയിസിലായിരിക്കും നമ്മൾ കൂടുതലും കണ്ടിട്ടുണ്ടാവുക. അതുപോലെ തന്നെ KGF നമ്മുടെ റോക്കി ബായുടെ വോയിസ്, ബാഹുബലിയുടെ വോയിസ്, ഇങ്ങനത്തെ വോയിസസിലൊക്കെ അരുൺ ചേട്ടൻ്റെയും അജിത് ചേട്ടൻ്റെ നമ്മൾ ദുൽഖറിൻ്റെ വോയിസ്, അതുപോലെ തന്നെ വേറെ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ് ചേട്ടാ? ഞാൻ പൊന്നിയിൻ സെൽവനിൽ കാർത്തിയുടെ വോയിസ്, ഇപ്പോൾ ലാസ്റ്റ് ചിത്ത എന്ന് പറഞ്ഞ പടത്തിൽ സിദ്ധാർത്ഥിന് ഡബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ധനുഷിന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്, വിജയ്ക്ക് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്, വിജയ് സേതുപതിക്ക് ലിസ്റ്റ് അല്ലേ? അപ്പോൾ വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ് രണ്ടുപേർക്കും. താങ്ക് യു. അപ്പോൾ ഇതുപോലെ വോയിസ് കേട്ട് മാത്രം പരിചയം. എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ ഈ ചെറിയ കുറച്ച് എന്ന് വെച്ചാൽ ചെറുതും വലുതായിട്ടുള്ള കുറച്ച് ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ അങ്ങ് മറ്റേ രാജമൗലി, മണിരത്ന സാറൊക്കെ ആയിട്ടൊക്കെയാണ് ഭയങ്കര വലിയ കമ്പനികളൊക്കെ. അപ്പോൾ ഐ തിങ്ക് അത് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ്സിലൂടെയാണ് കടന്നു പോയിട്ടുള്ളതല്ലേ കുറേയൊക്കെ. അപ്പോൾ എങ്ങനെയാ രണ്ടുപേരും ഈ ഒരു ഫീൽഡിലേക്ക് വരണേ ശരിക്കും? ആദ്യം വന്ന് ഞാൻ ആദ്യം പറയാന്നല്ലേ. എന്നെക്കാളും ഒരു വർഷം 1-2 വർഷം സീനിയർ അരുൺ. അപ്പൊ അരുൺ പറയുന്ന അതിന്റെ ഒരു ബഹുമാനം തരുന്നുണ്ട് ചേട്ടാ. നീ ആദ്യം പറ. അപ്പൊ വേറെ സാധനം പറയാനായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുമല്ലോ. അല്ല, ഫീൽഡിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ 2006 മറ്റേ ഡബിങ് അശ്വാരൂഢൻ എന്ന് പറഞ്ഞ പടത്തിൽ ഡബ് ചെയ്ത് അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ കാലാന്തരത്തിൽ ഇങ്ങനെ പരിണാമ സിദ്ധാന്തം പോലെ ഇങ്ങനെ മാറി ഇപ്പോൾ ഈ അവസ്ഥയിൽ വന്ന് ഇരിക്കുന്നതാണ്. ഒരുപാട് പടങ്ങൾ നമ്മൾ ചെറുതും വലുതുമായിട്ടുള്ള പടങ്ങളിൽ സാറ്റലൈറ്റിന് വേണ്ടിയും ഇപ്പോൾ കൊച്ചു TVയുടെ കാർട്ടൂൺസ് അടക്കം പലതരം സംഭവങ്ങളിലൂടെ കയറി ഇറങ്ങിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ, അത് ഇനി 2 വർഷം കഴിഞ്ഞിട്ടാണോ ഈ ആളെ പരിചയപ്പെട്ടത്? അല്ലല്ല, ഞങ്ങൾ പരിചയം നേരത്തെ ഉണ്ടെങ്കിലും ഈ കോവിഡിന്റെ സമയത്ത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന മറ്റുള്ളവരുടെ കുറ്റം പറയാനായിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം വിളിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കുറ്റം പറഞ്ഞ് അവസാനം ഇനി കുറ്റം പറയാനൊന്നും ഇല്ലാണ്ട് ഇനി എന്ത് ചെയ്യും എന്നുള്ള ആലോചനയായി. അങ്ങനെയാണ് കമ്പനി തുടങ്ങാം എന്ന് പറഞ്ഞൊരു ചിന്തയിലേക്ക് വന്നത്. കോവിഡിന്റെ സമയത്താണ് നമ്മളിങ്ങനെ നമ്മുടെ ഇപ്പോൾ ഈ കൽക്കി എന്ന് പറഞ്ഞ സിനിമ ഏകദേശം നമ്മളൊരു 7-8 പടം നമ്മുടെ കമ്പനിയുടെ ബ്രാൻഡിൽ ചെയ്തിട്ടുണ്ട്. വോക്സ്കോം എന്നാണ് കമ്പനിയുടെ പേര്. രണ്ടുപേരും കൂടെ നടത്തുന്ന ഒരു കമ്പനിയാണ് വോക്സ്കോം. അതെ, അപ്പോൾ ആ വോക്സ്കോം എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് നമ്മൾ വരുന്നു. നമുക്കറിയാവുന്ന പണി ഇതാണല്ലോ. ഇപ്പോൾ വേറെ വഴിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ഡബ് ചെയ്യാനും അറിയാം, പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യാൻ അറിയാം. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത പരിപാടിയാണ് വോക്സ്കോം. കമ്പനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? കമ്പനി കൊറോണയുടെ സമയത്ത് 2020 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 4 വർഷമാകുന്നു. കൊറോണയിൽ ഞങ്ങൾ ഏറ്റവും അധികം സന്തോഷിക്കുന്ന കാര്യം ഞങ്ങൾക്ക് കൊറോണ ടൈമില് ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയത്. ഓക്കെ, അല്ല ഇപ്പൊ പൊതുവേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഡിവിജ്വലി ആളുകൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ആ ഒരു കാര്യം ഒരുമിച്ച് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഡിസിഷനിലേക്ക് എത്തി എന്താ?
അല്ല അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ മെയിൻ കോമ്പറ്റീഷൻ ഇയാളാണല്ലോ. അപ്പോൾ ഇയാളെ പിടിച്ച് ഞാൻ കൂടെ നിർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങ് പോയാൽ അവൻ വേറെ പോയി ഒറ്റയ്ക്ക് തുടങ്ങിയ വേറെ പരിപാടിയാവും. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് നിന്ന്, അതായത് അംഗബലമുള്ളവനെ കൂടെ ഇങ്ങ് വിളിക്കാമെന്ന് പറഞ്ഞാൽ അവനെ ഇങ്ങ് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ചോയ്സാണ്. മാത്രമല്ല നമ്മൾ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നൊരു കാര്യം, ഇപ്പോൾ ഞാനും ഇയാളും ഒരു പടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ കാണുന്നു, ഇപ്പോൾ ഇതിൽ വോയിസ് കാസ്റ്റിംഗ് ആരെ നടത്തണമെന്ന് ഞാൻ വിചാരിക്കുന്ന ആളെ തന്നെ ആയിരിക്കും ഇയാളും വിചാരിച്ചിട്ടുണ്ടാവുക. അതൊരു കറക്റ്റ് സിങ്കാണ്. പിന്നെ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് ഈക്വലി നമുക്കത് മനസ്സിലാകുന്നുണ്ട്. നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ 4 വർഷം നമ്മൾ റൺ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് ലീഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ഓരോ പാർട്ടും കൈകാര്യം, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്നും അജി എന്ത് ചെയ്യുമെന്നും നമുക്ക് കൃത്യമായ ധാരണയുണ്ട്, അല്ലെങ്കിൽ നേരെ തിരിച്ചും. അപ്പോൾ ഓരോ ഏരിയ ഓരോ ആൾക്കാർ നോക്കുമ്പോൾ അത് കൃത്യമായി പോകുന്നു. ഇപ്പോൾ ഈ കമ്പനിയിൽ നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ നേരത്തെ ഒരു റൈറ്ററുടെ പേരിലേക്ക് ഒരു പടം കൊടുക്കുന്നു. മലയാളത്തിലേക്കൊക്കെ ഒരു ഡബിങ് പടം എന്ന് പറയുമ്പോൾ ഒരു റൈറ്ററും തന്നെ ഹാൻഡിൽ ചെയ്യുന്നു, അയാൾ തന്നെ വോയിസ് കാസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനിയുടെ ഫോമാറ്റിലേക്ക് കൊണ്ടുവരുന്നു. നമ്മൾ ഓരോ പടം ആവശ്യപ്പെടുന്ന ഡിമാൻഡ് ചെയ്യുന്ന റൈറ്റേഴ്സിനെ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നു, അതിൻ്റെ ലിറിക് റൈറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നു, അതിൻ്റെ ബാക്കി CG മറ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യാൻ നമ്മളൊരു വലിയൊരു ടീമിനെ എക്വിപ്ഡായിട്ട് നിർത്തിയിട്ട് അതിനെ ലീഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെ അങ്ങ് തുടങ്ങിയല്ലേ, രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി രണ്ടുപേരും കൂടെ. ഓക്കെ, ബട്ട് സക്സസ്ഫുള്ളി ആണല്ലോ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതുവരെ അങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത്. ഇനിയും അങ്ങനെ അങ്ങോട്ട് പോട്ടെ. ഓക്കെ, പാർവതിയുടെ ഒക്കെ അനുഗ്രഹം കൊണ്ട്. അത് അതെ അതെ, പാർവതി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ നിന്ന് അനുഗ്രഹിച്ചിട്ട് വേണം പോവാൻ. ഓക്കെ, അല്ല സ്വന്തമായിട്ട് തുടങ്ങാന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെ. അപ്പം അതിൻ്റെ ഒരു സുഖവും ഹാപ്പിനെസ്സിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഇത്രയും ആ ഒരു സക്സസ്സിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ഒരു സന്തോഷം എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പോഴത്തെ നമ്മുടെ ചർച്ച കൽക്കിയാണ്. ഇപ്പോൾ കൽക്കി കണ്ട് ഇറങ്ങി, മലയാളമാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സിലാണ് ഞാനും ഇരിക്കുന്നത്. നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ പടം കണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആദ്യത്തെ ഇന്റർവ്യൂറാണ്. അതായത് പലരും ഈ ഷോർട്ട് ടൈമിൽ പല കാര്യങ്ങളും ഇന്റർവ്യൂ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അതെ, പല സമയത്തും നമുക്ക് ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതിൽ വളരെയധികം സന്തോഷം. താങ്ക് യു. ഇല്ല, ഞാൻ അരുൺ ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ട സമയം KGF ഇറങ്ങുന്ന ടൈമിൽ, ആ സമയത്ത് അരുൺ ചേട്ടൻ സിനിമയെ പറ്റി എനിക്ക് തോന്നുന്നു കാണുന്നതിന് മുന്നേ ആളുകൾക്ക് എത്തിയത് തന്നെ ചേട്ടൻ പറഞ്ഞു കൊടുത്ത ഒരു കാര്യത്തിലായിരുന്നു. അത് ഹിറ്റാണ്. കണ്ടോ? എനിക്കൊന്നും പറയാനില്ല. കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നാട് വിടണമെന്ന് ആലോചിച്ചതാണ്. ആ സാധനം എങ്ങനെ എന്തേലും ഇത് പറ്റിക്കഴിഞ്ഞാൽ ആൾക്കാരെ ഒന്ന് കൊല വിളിച്ചേ. അതെ, അല്ല സിനിമയുടെ കാര്യം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഈ വലിയ പടങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ അറിയുന്ന ആളുകൾക്ക് ചോദിക്കും എങ്ങനെയുണ്ട് പടം, എങ്ങനെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ പടം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് കാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ആരൊക്കെ ഉണ്ടെന്ന് നമ്മളെപ്പോഴും അവരോട് ചോദിക്കും. ഇപ്പോൾ ദുൽഖർ ഉണ്ടോ, ഇല്ലെങ്കിൽ വിജയ് ദേവർകൊണ്ട ഉണ്ടോ, ഇല്ലെങ്കിൽ ഇത് കേൾക്കുന്നുണ്ട് അല്ലു അർജുൻ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്കിത് ആരോടും അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിനിമയെ നമുക്ക് ഇതിന്റെ ഔട്ട് എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല. ഇത്രയും വലിയ സിനിമകൾ. കൽക്കി ശരിക്കും പറഞ്ഞാൽ കൽക്കി ഞങ്ങൾ ചെയ്ത വേഷം കണ്ടാൽ നിങ്ങൾ ഇത് പടമാണോ എന്ന് ചോദിക്കും. കാരണം എല്ലാ ഷോട്ട്സും CG ഷോട്ട്സുകളാണ്, എല്ലാം ക്രോമയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്, എല്ലാം റോ ഫുട്ടേജ് നമ്മൾ ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്ത വർക്കിൻ്റെ ഒരു 10-20 മടങ്ങ് അപ്പുറത്താണ് ഇതിൻ്റെ ഔട്ടുള്ളത് ക്വാളിറ്റി വൈസ്. ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ക്വാളിറ്റി ഉള്ള സിനിമകൾ ആളുകൾ പറയുന്നത് അത്രയും വർക്കുണ്ട്. അപ്പം നമ്മളിതൊന്നും ഇല്ലാത്തൊരു വേർഷനാണ് കാണുന്നത്. ഇവർ ഷൂട്ട് ചെയ്യുന്ന എന്ത് വേർഷനാണോ ആ വേർഷൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ KGF ചെയ്യണ സമയത്തായാലും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പടങ്ങൾ ഇത് എന്തായിരിക്കും ഔട്ട് വരിക. അപ്പോൾ നമ്മൾ പറയും സൂപ്പറാണെന്ന് പറയുന്ന പടങ്ങൾ ചിലപ്പോൾ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചോളം ഓക്കെ പടം സൂപ്പറാണ് ഇല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ അത് ഇതുപോലെ ഏറ്റവും കൂടുതൽ വലിയ ചോദ്യം ഞാൻ കേട്ടത് കട്ടപ്പ എന്തിനാണ് ബാഹുബലിക്ക് വന്നത് പരിപാടിയാണ്. അത് എത്ര പേര് അല്ല ഇത് ഞാൻ പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവില്ല. എങ്ങനെ അദ്ദേഹം എടുത്തു വെച്ചേക്കുന്ന വേറെ പരിപാടിയാണ്. എന്തിനാണ് കൊന്നത്, ഇപ്പൊ അവിടെ നിന്ന് പോയ ആ പരിപാടിക്കാണ് കൊന്നതെന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? അല്ല അതിന്റെ ഫസ്റ്റ് പാർട്ട് ശരിക്കും അതിന്റെ ഒരു പോയിന്റിലാണല്ലോ അത് ഒരുപാട് കാലം പടം ഇറങ്ങിയിട്ട് ആൾക്കാർ ചോദിക്കേണ്ടത് എന്തിനാ വന്നത് എല്ലാവർക്കും ഒരു വിഷമം. കട്ടപ്പ മരിച്ചു, അതിന്റെ ഒരു വിഷമത്തിലാണ് എല്ലാവരും. കൽക്കി കണ്ടിറങ്ങിയപ്പോഴും ഇപ്പൊ പ്രഭാസിന്റെ സാറിന്റെ ഒക്കെ വോയിസ് ശരിക്കും ഇപ്പോൾ അരുൺ ചേട്ടൻ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്ന രീതിയിലാണ് നമുക്ക്. ഈ മലയാളികൾക്ക് എല്ലാവർക്കും പ്രഭാസിന്റെ വോയിസ് എന്ന് പറഞ്ഞാൽ അരുൺ ചേട്ടന്റെ വോയിസ് ആണ്. ഇപ്പൊ പ്രഭാസ് സാറിന്റെ വോയിസ് ശരിക്കും അരുൺ ചേട്ടന്റെ വോയിസ് ആണ് മലയാളികൾക്ക് എല്ലാവർക്കും. ഇനിയും പറയണം, പ്രഭാസ് സാറിന്റെ വോയിസ് ശരിക്കും അരുൺ ചേട്ടന്റെ വോയിസ് ആയിട്ടാ മലയാളികൾക്ക് എല്ലാവർക്കും. എന്നാ പിന്നെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ വോയിസ് ഒന്ന് കേൾക്കട്ടെ. നമുക്ക് പിന്നെ ചെയ്താ പോരെ? ജസ്റ്റ് ഏതിലെ വോയിസ് വേണം? എനിക്ക് മാത്രമേ അവളെ കൊണ്ടുവരാൻ പറ്റൂ. റെക്കോർഡ് ചെക്ക്
ഇതുവരെ ഒരു ഫൈറ്റിലും തോറ്റിട്ടില്ല, ഇതിലും തോൽക്കില്ല. പടം കാണാത്തവർക്ക് അത് മനസ്സിലാവില്ല, കണ്ടിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ എനിക്ക് പറയാനും പറ്റില്ലല്ലോ. അതാ അവസ്ഥ. ട്രെയിലറിലുള്ള ഡയലോഗ് ട്രെയിലറിലുള്ള dialogue. ഇത് കൂടുതൽ നമുക്ക് പറയാനും പറ്റില്ല, കാരണം കാണാത്ത ഒരുപാട് പേരുണ്ട്, പിന്നെ അതിന്റെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് അങ്ങനെ കുറെ. അതെ, സീരിയസ്ലി. ഇപ്പൊ ചേട്ടൻ അതിൽ കൃഷ്ണന്റെ ക്യാരക്ടറാണ് ചെയ്തത്. ലൈക്ക് ചെറിയൊരു മഹാഭാരതം റിലേറ്റ് ചെയ്ത് കഥയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കൃഷ്ണന്റെ ക്യാരക്ടറാണ് അജിത്ത് ചേട്ടൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ ചേട്ടൻ അതാരാ ചേട്ടാ ശരിക്കും ആ കൃഷ്ണൻ ശരിക്കും നമ്മൾ റിവീൽ ചെയ്ത് അങ്ങനെ കാണിക്കുന്നു. നമ്മൾ അവിടെ ആരാണ് ഈ കൃഷ്ണനായിട്ട് ചെയ്തേക്കുന്നതെന്നുള്ളൊരു ഡൗട്ടിലാണ് ശരിക്കും നിൽക്കുന്നത്. ശരിക്കും അത് ആരാണ് ചെയ്തതെന്നുള്ളത് സെക്കൻഡ് പാർട്ടിൽ വലിയൊരു പരിപാടിയായിട്ട് വരും. വരുന്നുണ്ട്. നാളത്തെ ഇത് വരാൻ പോകുന്നത് അല്ല, നമുക്കൊന്നും അറിയില്ല. കാരണം ഇനിയിപ്പോ ഇതിന്റെ സെക്കൻഡ് പാർട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാണോ ഒന്നും നമുക്ക് അറിയാൻ പാടില്ല. കൃഷ്ണൻ അർജുൻ ദാസ് ആണ് ബാക്കി തെലുഗു ഹിന്ദിയൊക്കെ ഡബ് ചെയ്തിട്ടുള്ളത്. ആക്ടർ അർജുൻ ദാസ് പുള്ളിയെ ഡബ് ചെയ്തിട്ടില്ല, തമിഴ് പുള്ളിയാന്ന് തോന്നുന്നു. അപ്പൊ മലയാളം ചെയ്യാൻ എന്തോ നമ്മള് ലാസ്റ്റ് മൂമെന്റിലാണ് ഈ കൃഷ്ണന്റെ സീക്വൻസുകളൊന്നും നമ്മൾ ആദ്യം ഡബിങ് തുടങ്ങുന്ന സമയത്ത് നമ്മളിലേക്ക് വന്നിട്ടില്ല. അത് ക്രൂഷ്യൽ കുറച്ച് ഏരിയകളൊന്നും നമുക്ക് ആദ്യം തന്നിട്ടുണ്ടായിരുന്നില്ല ഡബിങ്. ഡബിങ് ഓൾമോസ്റ്റ് കഴിയുന്ന സമയത്താണ് അതിന്റെ ഫുട്ടേജ് ഒക്കെ വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കൃഷ്ണൻ ഞാൻ ചെയ്യാം. അല്ല, നമുക്കിത് അത്തരം സാധനങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരും അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് സീരിയലിലും സിനിമകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പൊന്നിയിൻ സെൽവനിൽ അത്തരം ഒരു ഭാഷ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ സീരിയലിൽ ഞാൻ കുറെ മഹാവിഷ്ണുവിനും സൂര്യദേവനും ഒരുപാട് സീരിയലുണ്ടല്ലോ. എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ചോദിച്ചു നോക്കി. നമ്മൾ മറ്റേ ബടൻ തൊട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ ക്യാരക്ടർ. ഇത് പണ്ട് ഹനുമാന്റെ സീരിയൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിൽ മറ്റേ ഹനുമാൻ ചെയ്ത് നന്നായി, അല്ലെങ്കിൽ ആ നിൽക്കണ കുരങ്ങന്മാർക്ക് ഞാൻ ശബ്ദം കൊടുക്കേണ്ടി. അപ്പൊ ഞാൻ ഇപ്പൊ ഈ ഹനുമാന്റെ ക്യാരക്ടർ ഇത് ഈ സീരിയൽ ചെയ്യുന്ന സമയത്ത് ഞാൻ മഹാവിഷ്ണു ചെയ്തിട്ടുണ്ട്. അപ്പോൾ അരുൺ തിരിച്ച് അങ്ങോട്ട് ചെയ്തിട്ട് ശിവന്റെ ക്യാരക്ടർ ഡബ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു സംസാര രീതി വേറെയാണ്, ഭാഷ വേറെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മീറ്റർ ഉണ്ട്. അപ്പോൾ ആ മീറ്റർ നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാം, നോക്കാം എന്ന് പറഞ്ഞ് അത് ചെയ്ത് നോക്കി വർക്കായി. അങ്ങനെ ചെയ്താണ്. പിന്നെ അത് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ വർക്കായി വരും എന്നൊന്നും നമുക്കറിയില്ലല്ലോ. പക്ഷെ ഇപ്പോൾ തിയേറ്ററിൽ ഒരുപാട് പേര് കണ്ടിട്ട് ആ വിഷ്വൽ അത് ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് അയക്കുന്നുണ്ട്, ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷം. അത് ആ ചെറിയൊരു ആകെ 2 ഡയലോഗ് ആദ്യം തുടങ്ങുന്ന ഒരു പോയിന്റിലും ഒരു ഡയലോഗ് പറയുന്നുണ്ട്. പക്ഷെ അത് അത്രയും അതിലാണല്ലോ ആ പരിപാടികൾ. അത് ഭയങ്കര സന്തോഷം ഉള്ള സാധനമാണ്. അപ്പൊ കലക്കി നല്ല റെസ്പോൺസസ് ഒക്കെയാണ്. ഇനി ഒന്ന് റോക്കി ബൈയുടെ ഒരു ചെറിയൊരു ഡയലോഗ് പറഞ്ഞേ വേഗം. വയലൻസ് നമുക്ക് വേണ്ട. അത് കേട്ട് മടുത്തുന്നു. ഓഫർ ക്ലോസസ് സൂൺ. നിങ്ങൾ മറ്റേ പെപ്സിയുടെ ആഡ് അപ്പൊ കറക്റ്റ്. എന്നാ അത് ചെയ്യാം അല്ലേ? ഓക്കെ, അത് ഞാൻ എടുത്തു എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ട്. എല്ലാവരുടെയും ലൈഫിൽ ഈ മനസ്സും ലോകവും തമ്മിലുള്ള ഫൈറ്റ് ഉണ്ട്. ലോകം പറയും യു ഹാവ് റീച്ച് യുവർ ലിമിറ്റ്. മനസ്സ് പറയും ഗോ ഫോർ മോർ, യു ഹാവ് നോ ലിമിറ്റ്. ലോകം പറയും ഇറ്റ് ഈസ് നോട്ട് യുവർ ഫൈറ്റ്. മനസ്സ് പറയും ഡു മോർ, മേക്ക് ഇറ്റ് റൈറ്റ്. ലോകം പറയും നിലത്ത് നിൽക്കൂ. മനസ്സു പറയും ആകാശത്ത് ചെന്ന് ചന്ദ്രനെ തൊടൂ. ലോകത്തിൻ്റെ ഉപദേശം എത്ര ഉച്ചത്തിലായാലും മനസ്സ് പറയുന്നത് മാത്രം കേൾക്കൂ. കാരണം മനസ്സ് ചോദിക്കും മോ. കേട്ടുകൊണ്ടേയിരിക്കും. കഴിഞ്ഞല്ലേ? ഇല്ല, ഒരു ജോസാലിക്കാസിന്റെ ആഡും കൂടെ വന്ന സ്ഥിതിക്ക് എല്ലാം ജയിച്ചു പോയില്ലെങ്കിൽ അത് മോശമല്ലേ? അതെ, അമല ജോസാലിക്കസിന്റെ ആഡൊക്കെ ഞാൻ ഇതിട്ടിട്ട് 1 million ഒക്കെ അടിച്ചാണ്. അപ്പൊ എന്തായാലും ചെയ്യണം. ചെയ്താലോ? ചെയ്യാം. ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് ഡയലോഗ്. അല്ല, ഞങ്ങള് മുന്നേ പ്ലാൻ ചെയ്ത് പിന്നെ എങ്ങാനും ചേട്ടന്മാരെ ഡയലോഗ് മറന്നുപോയാലോ. ജോസാലുക്കാസിന്റെ ആഡില് മാധവൻ സാറിന്റെ ഡയലോഗായിരുന്നു, വോയിസ് ആയിരുന്നു ചേട്ടൻ ചെയ്തത്. പക്ഷെ ഇതിന്റെ സന്തോഷം തരുന്നത് ഇത് നോക്കി. ഇത് മറ്റേ നമ്മൾ നേരത്തെ ചെയ്ത ദീപാവലി ആഡ്. അപ്പൊ ഇതിന്റെ ഇതിപ്പോ നമ്മൾ നേരത്തെ ഈ ആഡിന്റെ ഒരു ഇത് സംസാരിച്ചില്ലേ, അപ്പൊ അതിന്റെ ഒരു വേറൊരു
ചേഞ്ച് നമ്മൾ പറഞ്ഞില്ലേ, ആ സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതൊരു നരേഷനാണ്. ഇത് ആക്ച്വലി ഇത് ലിപ്പിലുള്ള ഡയലോഗ് ഒന്നല്ല, ഒരു ചേഞ്ച് ആണ്. പറയാം, നോക്കാം. ഞാൻ പറഞ്ഞല്ലേ, ഇയാളെന്നെ പറഞ്ഞതാണ്. സാറില്ല, ഞാൻ ടാഗ് പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങനെ കാശിങ്ങോട് മേടിക്കുന്ന ആ ദൈവമേ, ഇത് ചെയ്തിട്ട് കിട്ടാത്ത കാശുകളുടെ പണിയെടുത്ത് നമ്മളെ വെച്ച് ഇവര് കാശുണ്ടാക്കാണല്ലോ. ഞാൻ എപ്പോ പറഞ്ഞു ചേട്ടൻ മറന്നു പോകുന്നു. എനിക്ക് ഡയലോഗ് ഭയങ്കര, ഞാൻ ഈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആകാശത്തേക്ക് പോകണം. പണ്ട് പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയാ, അപ്പൊ തന്നെ മറന്നു പോകുന്നില്ല. സംഭവങ്ങൾ പറയുകയൊക്കെ ചെയ്യും, പിന്നെ വിട്ടു. നോക്കാവോ? ഓക്കെ, റെഡി. സന്തോഷത്താൽ ദീപം തെളിയും മുഖങ്ങൾ, ജോസ് ആലുക്കാസ് ആഭരണങ്ങൾ നൽകും സന്തോഷം. ഓരോ മുഖങ്ങളിലും നിറയും സന്തോഷം. ആഹാ, ദീപാവലി. ജോസ് ആലുക്കാസ്, സന്തോഷം തരും ധൈര്യം. ഇപ്പൊ ഡബിങ് എന്ന് പറയുമ്പോ ഞാൻ ചെറുതായിട്ടൊരു ഡബിങ് ചെയ്തായിരുന്നു. പാർവതിയെ നിങ്ങൾക്ക് അറിയില്ല എന്ന് തോന്നുന്നു. പാർവതി ഇന്റർവ്യൂ ചെയ്യുന്ന ആളോ അഭിനയിക്കുന്ന ആളോ എന്നതിനപ്പുറത്ത് ഒരു ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ്. പാർവതിയുടെ ഡബിങ്ങിനെ പറ്റി ഞങ്ങൾ അതെ, മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ കേൾക്കട്ടെ. അല്ല, അതിന്റെ കഥ ഞങ്ങൾ പറഞ്ഞുതരാം. മലൈക്കോട്ടെ വാലിബൻ അതർ ലാംഗ്വേജ് ഞങ്ങളാ ചെയ്തത്. അതറിയില്ലല്ലോ. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഞങ്ങളാ ചെയ്തത്. മീൻസ് ഞങ്ങൾ ഡബ് ചെയ്തൊന്നല്ല, അതിന്റെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഓരോ ലാംഗ്വേജസ് അതർ ലാംഗ്വേജസ് നമ്മുടെ കമ്പനിയാണ് ചെയ്തത്. അപ്പോ ഞങ്ങൾ ഈ പടം കാണുന്ന പ്രിവ്യൂ കാണുന്ന സമയത്ത് ഈ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ല, ക്യാമറ നിങ്ങളുടെ സ്വന്തമല്ലേ. അപ്പൊ ഇത് ഞങ്ങളിത് കണ്ടു, ഇത് ആരാണ് ഇത്ര മോശമായിട്ട്. ഇല്ല, ഞങ്ങളിത് കേട്ട് ഈ ശബ്ദം ഞങ്ങൾ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഞങ്ങൾ അതിന്റെ അസോസിയേറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ കാണുന്ന സമയത്ത്. അപ്പൊ ഞങ്ങൾ പുള്ളിയോട് ചോദിക്കുകയും ചെയ്തു. രതീഷേട്ടൻ പറഞ്ഞു പാർവതിയാണ് ഡബ് ചെയ്തത്, അങ്ങനെ പറഞ്ഞു. അപ്പൊ ലിജോ സാറിന്റെ പടം നമുക്കറിയാം, ഞങ്ങൾ രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. അപ്പൊ സാറ് ഓരോ പടങ്ങൾ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണെന്ന് എനിക്കറിയാം. ഞാൻ ഒരു ഡയലോഗ് എന്നെ കൊണ്ട് 25-30 പ്രാവശ്യമൊക്കെ പറയിപ്പിച്ചിട്ടുണ്ട്. അത്രയും പെർഫെക്ഷൻ ആയിട്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ ഡബിൾ ബാരലിൽ കുറെ അതിൽ ഇംഗ്ലീഷൊക്കെ പറയുന്ന കുറെ ക്യാരക്ടേഴ്സ് ഇല്ലേ, ഞാൻ കൊല്ലുപെടാ എന്നൊക്കെ പറയുന്ന കുറെ സാധനം, അങ്ങനത്തെ കുറെ സാധനം ഞാൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. അതൊക്കെ ഞാൻ ഡബിങ് തുടങ്ങുന്ന സമയത്താണ്. അപ്പൊ സാറ് ചെയ്ത്, അപ്പൊ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യമാണ്. അപ്പൊ ഞങ്ങളത് പറയുകയും ചെയ്തിരുന്നു. എത്രത്തോളം പിഴിഞ്ഞെടുത്ത് കൊന്നു. അല്ല, ഞാനിത് തുടങ്ങിയ സമയത്താണ്, അത് 2000 ആ നായകൻ അദ്ദേഹത്തിന് ആദ്യത്തെ പടം ഇറങ്ങിയ സമയത്ത് എനിക്ക് വളരെ ചെറിയ പീരീഡിൽ വരുന്നൊരു കുറച്ച് ഏരിയ മാത്രമുള്ള ഒരു സാധനം അതെന്നെ 2 ദിവസം കംപ്ലീറ്റ് എടുത്ത് അദ്ദേഹം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അത് പറയാൻ കാരണം അത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അന്നൊക്കെ അതൊക്കെ ചെയ്ത് നമ്മൾ തുടക്കത്തിലേ അത്തരം കാര്യങ്ങൾ ചെയ്തു വരുന്നത് കൊണ്ട് നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴും നമ്മൾ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ നമുക്കത് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഗുണമാണ്. അത് ഇപ്പം അതൊന്നും ഇല്ല, നമ്മൾ വളരെ സേഫ് സോണിൽ വരുമ്പോൾ, നമ്മൾ ഇവിടെ എത്തുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾ സാധനം ഡബ് ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോൾ അവിടുന്ന് ഡയറക്ടർ പറയുന്ന കാര്യം നമ്മൾ കുറേ പറഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്കിത് ഇയാൾക്ക് എന്താ കുഴപ്പം, ഞാൻ ചെയ്യുന്നത് ശരിയല്ലെന്ന് ചിലപ്പോൾ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ തോന്നും. അപ്പം ആദ്യം മുതൽ നമ്മൾ ഇത് കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് ഒരുപാട്. ഇപ്പം ഞങ്ങൾക്ക് 2 പേർക്കുള്ള സംഭവം, ഞങ്ങൾ മലയാള സിനിമയിൽ അത്യാവശ്യം ഒരുപാട് ഡയറക്ടേഴ്സിന് കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് അത്തരം കുറേ ടൈപ്പ് സിനിമകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറേ കോമഡി ക്യാരക്ടേഴ്സിൻ്റെ അഭിനയം, അരുൺ ഇപ്പം ഇതൊക്കെ ചെയ്തതിന് മുമ്പ് ഒരുപാട് കോമഡിയുള്ള ആളുകൾക്ക് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, കാർട്ടൂൺ ഡോക്യുമെന്ററി, ഇത് സിനിമ, ഡബിങ് സിനിമ, ഇംഗ്ലീഷ് സിനിമ, മറ്റേ നിങ്ങളൊക്കെ ട്രോള മറ്റേ പണ്ട് കൊച്ചു ടി വിയിൽ ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് സിനിമ. അത് 3-4 പേർക്ക് നമ്മുടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ തുടക്ക സമയത്ത് ചെയ്തിട്ടുണ്ട്. ആ ചെയ്തത് കൊണ്ടാണ് നമുക്കിന്ന് ഇങ്ങനെ ഇന്നിവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത്രയും വൈഡായിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു 2006 ഞാൻ തുടങ്ങിയെന്ന് പറയുന്നത് 18 വർഷമായിട്ട് നമ്മളെല്ലാ ദിവസവും ഈ പണി തന്നെ ചെയ്തിട്ടുള്ളൂ, വേറെ പരിപാടിക്ക് പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് എന്ത് ചെയ്യരുതെന്നും എന്ത് ചെയ്യണമെന്നും നമുക്ക് തിരിച്ചറിവുകളും അതിലൂടെ ഉണ്ടാവുന്നുണ്ട്. അല്ല, LJP ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴും എനിക്ക് ആദ്യത്തെ ഇപ്പം ഞാൻ ചെയ്ത സിനിമകളൊക്കെ ചെറിയ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 2-3 ഡയലോഗ്സ് ഒക്കെ ഉള്ളൂ. അത് എൻ്റെ തന്നെ ആകുമ്പോഴേക്കും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തിട്ട് വരാം. ഇത് വേറൊരു ക്യാരക്ടർ, അതൊരു ഹിസ്റ്ററി പോലെ കാണിക്കണം. അപ്പോൾ ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടാണ് അതിനെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ LJP കട്ടയ്ക്ക് കൂടെ നിന്നിട്ട് അങ്ങനെ ഇങ്ങനെ ചെയ്യും, ഗ്യാപ്പൊന്നുമില്ല, ബ്രേക്കും കാര്യങ്ങളൊന്നും, വേഗം ചെയ്ത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യം, ക്യാരക്ടർ തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിലും സ്പോട്ടിൽ ഡയലോഗ് ഇടുകയാണ് അവിടെയൊക്കെ. ഇത് ചെയ്തോ, അത് ചെയ്തോ, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. ഫുൾ സാറിൻ്റെ ഒരു സ്റ്റൈൽ വേറെയാണ്. അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അത് ചെയ്യാൻ പറ്റുക വലിയ കാര്യമാണ്. അതൊരു തുടക്കക്കാർക്കൊക്കെ ഭയങ്കരമായിട്ട് അദ്ദേഹം ഒരുപാട് എഫേർട്ട് ഇട്ടല്ലോ. ഇനി അടുത്തൊരു പടം ചെയ്യാൻ പോവുകയാണെങ്കിൽ ചാൻസ് കിട്ടും ചെയ്ത് നോക്കും. നമുക്ക് കുറച്ചും കൂടി എഫേർട്ട്ലെസ് ആയിരിക്കും, കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്തുള്ളതുകൊണ്ട്
പക്ഷെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു അത് ചെയ്യാനായിട്ട്. കാരണം ഇപ്പോൾ എത്ര വന്നാലും ഡബിങ് ചെയ്യാൻ അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലായില്ലേ? ഒരിക്കലും അല്ല. കാരണം അതൊന്നും ആരും സത്യം പറഞ്ഞാൽ ചിലരും ശ്രദ്ധിക്കും. കാരണം പടം കാണുമ്പോൾ വിഷ്വലിയാണ് എല്ലാവരും അതിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുക. അത് ആര് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ബോധർ ചെയ്യുന്നില്ല. പക്ഷെ ഞാനും ചെയ്തപ്പോഴാണ് എന്തുമാത്രം എഫേർട്ടാണ് അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടുക. അത് ആക്ച്വലി സ്ട്രെയിറ്റ് സിനിമ ആയതുകൊണ്ട് ഉള്ള സംഭവമാണ്. ഈ ഡബിങ് സിനിമ ഇതിന്റെ രണ്ടിരട്ടി എഫേർട്ട് ഇടണം. കാരണം ഇപ്പൊ ആളുകൾ എപ്പോഴും കളിയാക്കി, ഇല്ലെങ്കിൽ ഇപ്പൊ അത് നേരത്തെ ഉള്ള ശീലം കൊണ്ട് എനിക്കറിയില്ല. ഈ ഡബിങ് സിനിമ ഈസിലി അത് അന്ന് കിട്ടിയിരുന്നത് അത്തരം സോഴ്സുകളിലൂടെ ആയിരുന്നു. അല്ല, അത് മാത്രമല്ല, ഡബിങ് സിനിമകൾ വളരെ ഡബിങ് പടമല്ലേ എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ പിന്നിൽ നമ്മളിപ്പോ അത് ഭയങ്കര സംഭവം എന്ന് പറയല്ല, പക്ഷെ അത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്ട്രെയിറ്റ് ഒരു സിനിമ ചെയ്യുന്ന പോലെയല്ല. ഇപ്പൊ അതൊരു വലിയ സംഭവമാണ്. കാരണം അതൊരു വലിയ ബിസിനസ് നടക്കുന്ന ഒരു ഏരിയയാണ് മലയാളത്തിൽ. ഇപ്പൊ കൽക്കി ഇത്രയും സ്ക്രീനുകളിൽ മലയാളം ഓടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ റവന്യൂ വലുത് തന്നെയാണ്. അപ്പൊ ബാഹുബലി തന്നെ ആദ്യത്തെ സമയത്ത്, ബാഹുബലി ഇറങ്ങുന്ന സമയത്ത് വളരെ നിസ്സാര തിയേറ്ററിൽ മലയാളം ഉണ്ടാവുകയും ഇത് നല്ലതാണെന്നുള്ള അഭിപ്രായത്തിൽ എറണാകുളം ടൗണിൽ മാത്രം ഏതാണ്ട് 100 ചില്ലാൻ ഷോസ് ഉണ്ടായി. അതിൽ നിന്നുണ്ടായ റവന്യൂ എനിക്ക് തോന്നുന്നു ദൃശ്യത്തെക്കാളും തൊട്ട് താഴെയായിരുന്നു അന്ന് ബാഹുബലിയുടെ കളക്ഷൻ നിന്നിരുന്നത്. അല്ല, ഇന്നിപ്പോ ഒരുപാട് പേര് ഡബിങ് ചെയ്യണം അല്ലെങ്കിൽ അതിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയും നമ്മുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള അതിന് ഗുണമാണെന്ന് ഞാൻ വിചാരിക്കും. നമ്മൾ ചെയ്തിട്ടുള്ള ഔട്ടുകൾ ഇത്രയും വലിയ സിനിമകൾ ചെയ്യാൻ പറ്റുന്നതും ആളുകൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പൊ അത് നിലനിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. അതാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന ശരി. അതാണ്. അല്ല, സ്വന്തം കമ്പനിയിലേക്ക് വരുമ്പോൾ നമ്മളൊരു മുതലാളിയാണല്ലോ, നമ്മളത് ഗൈഡ് ചെയ്ത് പോകണം, ഇത്തരം ആളുകളെ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ അത് എങ്ങനെയാണ് രണ്ടുപേരും ചെയ്യാറ്? ഒരുപാട് പേര് അണ്ടറിൽ വർക്ക് ചെയ്ത് അത് പഠിച്ച്, ഇപ്പൊ LJPയുടെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ പഠിച്ച് വന്നതാണ്. അപ്പൊ നമ്മളുടെ ഓൺ ഇതിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അല്ല, ഇത് പിന്നെ അരുൺ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നത് കൊണ്ടുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും അരുൺ ഇത് ഞാൻ പ്ലാൻ ചെയ്യും. ഇപ്പൊ നമ്മളൊരു സിനിമ കണ്ടാൽ ഇന്ന കാര്യം താൻ ചെയ്യൂ എന്ന് പ്ലാൻ ചെയ്യണ്ട. അങ്ങനെ സാധനമില്ല, ആ പ്ലാനിങ് ഇല്ല ആക്ച്വലി. കാരണം കൃത്യമായിട്ട് ഇയാൾ ചെയ്യുന്നൊരു ഏരിയ ഉണ്ടെന്ന് എനിക്കും അറിയാം, അയാളത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇയാൾക്കും അറിയാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ മീറ്ററിൽ തന്നെ അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാണ്ട് നമ്മളങ്ങനെ ആരെയും പ്രത്യേകിച്ച് ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനുള്ള വോയിസ് ചൂസ് ചെയ്യുക. ഡയലോഗിനെ എങ്ങനെ നമ്മുടെ മലയാളം സിനിമ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് അതേ രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. ആളുകൾ കണ്ടിട്ട് അയ്യേ എന്ന് പറയരുത് എന്നുള്ള. നമ്മൾ കുറേ സിനിമകൾ നമ്മളും ചെയ്ത് നമുക്ക് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിനൊരു വലിയൊരു സ്പേസ് കിടക്കുമ്പോൾ, ഓപ്പണായി കിടക്കുമ്പോൾ നമ്മൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുക. അത് നമ്മൾ ഇപ്പം നമ്മൾ ചെയ്യുക, ഇവിടെ ഒരുപാട് എല്ലാവരും ചെയ്യുന്ന എല്ലാവരും അതേ എഫേർട്ടിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഗുണമാണ്. കൽക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് വോയിസ് ടെസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതാണ്, അതായത് ഇതുവരെയുള്ള ഏത് സിനിമ നോക്കിയാലും നമ്മളിപ്പോൾ നായകൻ ഞാൻ ചെയ്യുകയാണ്, വേറെ ഇതിനു മുമ്പ് ഇപ്പോൾ ബാഹുബലി കഴിഞ്ഞ് ഇങ്ങോട്ട് പ്രഭാസാറിൻ്റെ ഇത്രയും സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ വോയിസ് എടുത്ത് ആ ഡയറക്ടറിനെ അയച്ചു കൊടുക്കണം, എൻ്റെ അടക്കം. അല്ലെങ്കിൽ വേറെ ഞാൻ ചെയ്തു വന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും 2 or 3 സാമ്പിൾസ് നമ്മൾ അയച്ചു കൊടുക്കണം. ഈ പടത്തിൽ അവർ ഫുള്ളായിട്ട് നമ്മളെ വിശ്വസിച്ച് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞ് വളരെ ലിമിറ്റഡ് ടൈമിൽ, അതായത് ഈ പടം ചെയ്തു തീർക്കുന്ന 7 ദിവസം കൊണ്ടാണ്. വെറും റിലീസിന് 7 or 8 ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് അതിൻ്റെ പരിപാടികൾ നമ്മുടെ കയ്യിൽ വരുന്നത്. ആ ദിവസം കൊണ്ടാണ് നമ്മൾ എഴുതി തീർക്കുന്നത്. 3 ദിവസം കൊണ്ട് നമ്മൾ എഴുതി, മാക്സിമം ഒരു 10 ദിവസം എന്ന് കൂട്ടാം. 3 ദിവസം എഴുതാനും 7 ദിവസം ഡബ് ചെയ്യാനും മാത്രം എടുത്തിട്ടുള്ളൊരു സിനിമയാണ്. അത് നമ്മളെ പൂർണ്ണമായും വിശ്വസിച്ച ആ കമ്പനിക്കും എല്ലാവർക്കും നന്ദി. അല്ല, അത് നിങ്ങളുടെ ഒരു ട്രസ്റ്റാണ്, നിങ്ങളത് ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് അവരത് മൊത്തത്തിൽ തരണത്. ഞങ്ങളിപ്പോൾ അതിനകത്ത് നമുക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു, ഇല്ലെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് വിക്രം സാറ് ഡബ് ചെയ്യിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ വന്നിരുന്ന് ചെയ്യിപ്പിച്ച് ആരോടെ കൊണ്ട് ചെയ്യിച്ചത് സംഭവം നമ്മൾ ലൈഫിൽ കിട്ടാത്ത ഒരു സംഭവമാണ്. കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഡബിങ് അല്ല, ഡബിങ് പുള്ളി. ചേട്ടാ, ഞാൻ ആ റീല് കണ്ടു, സാർ അത് അത്രയും ഭയങ്കര മനസ്സിലെടുത്തിട്ടാണ് അതിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഒരിക്കലും വിക്രം സാറിനെ പോലെ ഒരാൾ വന്നിരുന്നിട്ട് പുള്ളി നമ്മളെ കൊണ്ട് ഡബ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. അതും പുള്ളി വന്നിരുന്നിട്ടാണ് പറഞ്ഞിരുന്നത്. പുള്ളി അതിന്റെ മൈക്ക് പൊസിഷൻ ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെ ചെയ്യൂ, നീ ഈ മൂളൽ ഇങ്ങനെ പറയൂ, ഇല്ലെങ്കിൽ ഒരു ഡയലോഗിന്റെ ഇടയിൽ ആരും ആ ശബ്ദം നീ അത് ഡയലോഗ് പറയണ കേൾക്കണ്ട. ഇപ്പൊ തിയേറ്ററിൽ പലരും കേട്ടില്ല എന്ന് പറഞ്ഞു. അത് പുള്ളിയുടെ ഒരു ട്രീറ്റ്മെന്റ് ആണ്. ആ ക്യാരക്ടറിനെ പുള്ളി അങ്ങനെ കൺസീവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇമോഷൻ വർക്കായാൽ മതി. ആ പറയുന്ന അർത്ഥം മുഴുവൻ കേട്ട് ആളുകൾ അതിൻ്റെ കാരണം കൊണ്ട് ആളുകൾക്ക് അത് ഇമോഷൻ കിട്ടണ്ട. അയാളുടെ ഫീലാണത്. അത് അദ്ദേഹം ചെയ്യിച്ച അല്ല, എല്ലാ ക്യാരക്ടറും അങ്ങനെയാണല്ലോ കേട്ടോ. പുള്ളി ആ സമയത്ത് അദ്ദേഹം അങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്തേക്കുന്നത്. അത് എല്ലാ അക്ഷരങ്ങളും കേൾക്കണം എന്നല്ല ഞങ്ങൾ പറഞ്ഞപ്പോ സാർ അത് കേൾക്കുന്നില്ല പോതും. കാരണം അത് പോതും, അതേ പോതും എടുത്തു വെച്ചത്. അപ്പോൾ അവൾ താമര മൊട്ട് പോലെ ഇരിക്കും. താമര മൊട്ട് രാ മുതൽ മൊട്ട് വരെയുള്ളത് കേൾക്കണ്ട. പോലിരിക്കും, കേട്ടിട്ട് ഇരിക്കും കേട്ടാൽ മതി. അപ്പോൾ ഇത് ഇത്രയും അത് പുള്ളി ഇങ്ങനെ പൊട്ടിക്കാൻ പറയാം. സാധനത്തെ ഒരു ഇടർച്ചയിൽ പൊട്ടിക്കാൻ പറയാം. അത് ഇന്നിപ്പോൾ ചെയ്യാൻ പറഞ്ഞാൽ പറ്റില്ല.
കാരണം അത് എത്രയോ ടേക്കുകളിൽ പോയത്, എത്രയോ ടേക്കുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. റാൻഡം കുറേ ടേക്ക് എടുത്തിട്ട് അതിൽ നിന്ന് അദ്ദേഹം ചൂസ് ചെയ്ത് വെച്ചതാണത്. അല്ല അതൊക്കെ നമുക്ക് കിട്ടിയ ഭാഗ്യമാണ്. അപ്പോൾ ചില നേരത്ത് ഇപ്പം നമ്മൾ പറയുമ്പോൾ പുള്ളി തന്നെ വേറൊരു സാധനം, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം പോലെയല്ല എൻ്റെ ശബ്ദം. അപ്പോൾ അത് ഉദ്ദേശിക്കുന്ന കാലം ചിലപ്പോൾ എനിക്ക് വർക്കാവില്ല. അദ്ദേഹം ഇവിടെ വന്നിട്ട് വേറെ രീതിയിൽ ഇത് പറയാൻ പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിരിക്കും. അത് വേറെ എക്സ്പീരിയൻസ് ആണ്. അത് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ കമ്പനി തുടങ്ങിയത് കൊണ്ട് ഏറ്റവും വലിയ ഇതിനോട് ചേർത്ത് പറയാൻ പറ്റുന്ന ഈ പൊന്നിയിൻ സെൽവൻ ഞങ്ങളുടെ ലൈഫിൽ, ഞങ്ങളുടെ കമ്പനി ഇപ്പോൾ കരിയറിലും എല്ലാം ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു സിനിമയാണ്. ഇതിൻ്റെ നമുക്കിപ്പോൾ ഒരു ഡബ്ബിംഗ് സിനിമയിൽ ഒരു ആൾ വർക്ക് ചെയ്യുന്നതിൽ എല്ലാ മേഖലയും വർക്ക് ചെയ്യാൻ ഇല്ലെങ്കിൽ അറിയാൻ പറ്റണമെന്നില്ല. ഞങ്ങൾ ഇതിൻ്റെ മിക്സിങ്ങിൽ പോയിരുന്നിട്ടുണ്ട്. മിക്സ് ചെയ്യുന്ന സ്ഥലം AR റഹ്മാൻ്റെ സ്റ്റുഡിയോയിലാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ. അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് വലിയ കാര്യമില്ല. ഞങ്ങളൊരു ദിവസം ഞങ്ങൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സിങ് നടക്കുന്നുണ്ട്, പ്രീമിക്സ് കാണാൻ ചെല്ലണം. മലയാളത്തിൻ്റെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ പോകുന്നത് കാറിൽ കയറിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ മറ്റേ ടാക്കീസിലേക്കാണ് പോകുന്നതെന്നാണ് വിചാരം. മണിസാറിൻ്റെ സ്റ്റുഡിയോയിലേക്ക് പോകുന്ന വിചാരം ഞങ്ങളിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വഴി മാറി പോവുകയാണ്. അപ്പൊ പുള്ളി പറഞ്ഞു നമ്മൾ റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നത്, ഞാൻ കോമഡി പറയാം. ഇപ്പൊ രാത്രി 8 മണി സമയത്തൊക്കെയാണ് നമ്മൾ അവിടെ ചെന്ന്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് അതിൽ തമിഴിൽ എന്തൊക്കെയോ കറക്ഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ പോയിക്കോളൂ, വിളിക്കാം, ഇനി സെക്കൻഡ് ചെയ്യാറാകുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. പോകുന്നില്ല, ഇന്ന് ഞങ്ങളിവിടെ ഇരുന്നോളാം സാർ, ഏത് AR റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോയിൽ ഇരുന്നോളാം, ഇന്ന് ഇവിടെ ഉറങ്ങാതിരുന്നാലും. അപ്പം ഞാൻ അജിയെടുത്ത് പറഞ്ഞു, എത്ര ഉത്സവത്തിന് പോയിട്ട് ഉറക്കം ഉളച്ച് പിറ്റേ ദിവസം വീട്ടിൽ ചെന്നേക്കണം. ഇത് റഹ്മാൻ സാറിന്റെ സ്റ്റുഡിയോ നാളെ രാവിലെ ഇറക്കി പുറത്തു വിടും, പിന്നെ അവിടെ കയറാൻ പറ്റില്ല. ഇന്ന് ഇവിടെ ഉറങ്ങാതിരുന്ന് നമുക്ക് ഇവിടെ ഈ പടത്തിൽ 2 പാർട്ട് ഉണ്ടായിരുന്നു, നമുക്ക് ഗുണമായിരുന്നു. 2 പാർട്ട് സമയത്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അത് വേറെ എക്സ്പീരിയൻസ് ആണ്. അത് ഇവിടെ മലയാളം നമുക്ക് ചെയ്തത് കൊണ്ടും. മണി സാർ ഇപ്പോൾ എഴുതിയ ഡയലോഗ് ശങ്കർ സാറാണ്, എൻ്റെ ഡയലോഗ് ശങ്കരാമകൃഷ്ണൻ സാറാണ് എഴുതുന്നത്. മണി സാർ ഇരിക്കുന്നു, അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിക്കുന്നു. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റേത് കൂടെ കുറേ ഗൈഡൻസ് നമുക്ക് കിട്ടുന്നു. അത് നമുക്കും കേൾക്കാൻ സാധിക്കില്ലേ. അപ്പോൾ പിന്നെ ഇത് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഒരു നമ്മുടെ കരിയറിൽ ഇനി എന്താ പറയുക, അവർ സിനിമ എടുത്ത് നമ്മളെ പഠിപ്പിച്ചു തന്നു. മണിസാർ എഴുതിയ മണിസാർ പഠിപ്പിക്കുന്നു, വിക്രം സാർ ഇരുന്ന് പഠിപ്പിച്ചിരുന്നു. ഇതൊക്കെ എത്ര കാശ് കൊടുത്ത് എനിക്ക് മേടിക്കാൻ പറ്റുമോ? അല്ല, അതൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക്. അപ്പോൾ ഞങ്ങൾ അതിന് അത്രയും വലിയ, നമ്മൾ ഇത്രയും ചെയ്ത്, ഇപ്പോൾ പാർവതി പറഞ്ഞില്ലേ ഇത്രയും കഷ്ടപ്പെടുന്നു പറഞ്ഞില്ലേ, അതിനുള്ള സാധനമാണ് നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ വലിയ കാര്യമായിട്ട് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ പടമായാലും കൂടി പാർട്ട് 2 വിക്രം സാറിന്റെ ഭയങ്കര ട്രസ്റ്റ് വർത്ത്. ഇനി ഞാൻ നോക്കുന്നേ ഇല്ല അവരത്. സെക്കൻഡ് പാർട്ട് നമ്മൾ തന്നെ ചെയ്യായിരുന്നു, കാരണം വന്നിട്ടില്ല. നമുക്ക് ഫ്രീഡം ഉണ്ട്, കാരണം ഓൾറെഡി ആ ക്യാരക്ടർ അരുണിനെ അറിയാം, എങ്ങനെയാണ് ഏത് രീതിയിലാണ് വോയിസ് പിടിച്ചിട്ടുള്ളതെന്ന്. കാരണം അരുണിൻ്റെ ഓൺ വോയിസിലല്ല ചെയ്തിട്ടുള്ളത്. അതൊരു എഫേർട്ടാണ്. നമ്മൾ ഒരിക്കലും ഇപ്പോൾ വേറൊരാളുടെ വോയിസിൽ ഇങ്ങനെ അത് നമുക്ക് ത്രൂ ഔട്ട് പിടിച്ച് ചെയ്യാനും പറ്റില്ല. അതൊരു എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും ഒരു രക്ഷയില്ലാത്ത. ഇപ്പൊ അജി വിജയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. ഇപ്പം ഒരു നമുക്ക് ഒന്നും എഫർട്ടെങ്കിലും ഒക്കെ പാളി, ഇത് എന്തിനാണ് ഈ പരിപാടി ചെയ്തതെന്ന് ചോദിക്കും ആൾക്കാർ. അപ്പൊ ഇത്രയും ലെജൻസ് ആയിട്ടുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്സ് എന്തൊക്കെയാ ചേട്ടാ? അല്ല, അത് ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരിക്കലും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ആട്ടവും പാട്ടും ലഹരിയും എന്ന് പറയുന്നത് നമ്മൾ അതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നൊരു ശബ്ദമാണ്. ആ ബോഡിയിൽ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇമോഷൻ നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ടാണ് നമ്മളത് ചെയ്തു വരുന്നത്. പിന്നെ നമ്മളൊരു എക്സ്പീരിയൻസ് ഉണ്ടോ ഇതിന്? പിന്നെ ഒരു എക്സ്പീരിയൻസ് വലിയ ഘടകമാണ്. പിന്നെ നമ്മൾ ഈ വിഷ്വലിൽ അവരുടെ ശബ്ദവും ആ ഒരു സംഭവം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സാധനം കിട്ടും. അതിനെ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ അജി അപ്പുറത്തിരുന്നത് ഗൈഡ് ചെയ്യുമ്പോൾ നമുക്കത് രസമായിട്ട് നമ്മളുടേതായ ഒരു വേർഷൻ നമ്മൾ കൊണ്ടെത്തിക്കും. അപ്പം അവിടെ വിക്രം സാറിൻ്റെ അടുത്ത് ജീവിതത്തിൽ എനിക്ക് സത്യത്തിൽ യാതൊരു ടെൻഷനും ഇല്ലാതെ ഫ്രീ ആയിട്ട് പോയി ചെയ്തത്. കാരണം ഞാനും അജി ആ സാധനം ഒരു 25 തവണയെങ്കിലും ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഓൾറെഡി ഇത് എഴുതുന്ന സമയം മുതൽ ഞങ്ങൾ ശങ്കർ സാറിൻ്റെ കൂടെ ഉണ്ട്. ഓരോ ഡയലോഗ് സാർ എഴുതി ഒരു പേപ്പർ വേണമെങ്കിൽ നമുക്ക് എക്സൈറ്റ്മെൻ്റ് ആണ്, എന്താണ് എഴുതി കഴിഞ്ഞത്. അതിനടുത്ത് മുഴുവൻ വായിക്കുന്നു, അത് പഠിക്കുന്നു, ആ ക്യാരക്ടർ മുഴുവൻ നമുക്ക് ആ ഡയലോഗ് മുഴുവൻ ആ സമയത്ത് അറിയാം. ആരെന്ത് പറയും ഒരിക്കലും മാറിപ്പോവില്ല. ഏത് ആർട്ടിസ്റ്റ് എന്ത് ഇമോഷണൽ ആ ഡയലോഗ് പറയണമെന്ന് നമുക്കറിയാമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു ഗുണം ഉണ്ടായിരുന്നു. നമ്മൾ അത് ഈ പറയുന്ന നമ്മളൊരു കമ്പനി തുടങ്ങിയ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റിയോണ്ട് സംഭവിച്ച കാര്യമാണ്. ഇപ്പം ഞാൻ കാർത്തി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കും. ഞാൻ സാധനം പറയും, അല്ലെങ്കിൽ ആ പാടുന്ന പറഞ്ഞോ അത് ശരിയായില്ല മനെ പോരാ. ഇത് ഈ സാധനം നമുക്ക് നമ്മളായതുകൊണ്ടാണല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വിക്രം സാറിന്റെ ഇത് പരിപാടി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നമുക്ക് പുതിയ കുറച്ച് സാധനം കിട്ടിയിട്ടുണ്ട്, അത് പരീക്ഷിക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ആ പാവം ഈ മനുഷ്യൻ ചെയ്ത് തീർത്ത് നമ്മൾ ഓക്കെ വെച്ച സാധനത്തില് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളെ ആഗ്രഹം കൊണ്ട് വീണ്ടും റീഡപ്പ് ചെയ്ത്
ഓക്കെ നമ്മൾ കുറെ സാധനം കിട്ടാൻ വേണ്ടി ചെയ്തത്, അത് ഓൾറെഡി ചെയ്തതൊക്കെയാണ്. പുതിയ സാധനം കൂടി ഒരാൾക്ക് കൂടി കിട്ടുമല്ലോ. അപ്പൊ ആ പരിപാടിയും കൂടി ഇതിൽ ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളത് വീണ്ടും ചെയ്ത്. ഞാൻ പറഞ്ഞ ഒരു മലയാള സിനിമ ചിന്തിക്കുന്നതിനപ്പുറത്ത് ഒരു 400-450 മണിക്കൂറിനടുത്താണ് അതിന്റെ ഡബിങ് സമയം. ആ സിനിമ ഡബ് ചെയ്തത് 150 മണിക്കൂറേ ഉള്ളൂ ഒരു നോർമൽ സിനിമയുടെ ഡബിങ് അവേഴ്സ്. ഒരു ഡബിങ് സിനിമയ്ക്ക് വേണ്ടി നമ്മൾ 400 ചില്ലാൻ മണിക്കൂറാണ് അതിന് വേണ്ടി ചെലവഴിച്ചത്. അത് അതിനോടുള്ളൊരു പരിപാടി കൊണ്ടാണ്, അല്ലാതെ കാശ് കൊണ്ട് അവിടെ കൊടുക്കാൻ നമുക്ക് പാടില്ലല്ലോ. നമുക്ക് വെറുതെ ഒരു സാധനം ചെയ്തിട്ട് പോയാലും മതി, ഒരു മിനിമം ക്വാളിറ്റി സാധനം ചെയ്താൽ മതിയല്ലോ. അല്ലെങ്കിൽ അവര് പറയുന്ന ഒരു കാര്യം ആ സിനിമ നമുക്കിനി ചെയ്യാൻ പറ്റില്ല. ആ പരിപാടി അങ്ങനെ ഒരു എത്രയോ പേര് ചെയ്തിട്ട് നടക്കാതിരുന്ന പ്രോജക്റ്റ് മണിരത്നം സാർ ചെയ്യുന്നു, അവസാനം ചെയ്യാൻ നമ്മളിലേക്ക് എത്തുന്നു. അത് ഇനി ഇങ്ങനത്തെ ഒരു സാധനം കിട്ടിയിട്ട് ഇനി അതിനകത്ത് പണിയാൻ പറ്റില്ലല്ലോ. ഓരോ ദിവസവും ഡബ് ചെയ്തിട്ടുണ്ട്, ഞങ്ങളൊക്കെ വെറുതെ ഡബ് ചെയ്യാറുണ്ട്. ഓരോ ദിവസവും നമ്മള് ഓരോ രീതിയിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വിക്രം സാർ ചെയ്ത പോലെ തന്നെ നമ്മളും ഈ ദുൽഖറൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് അതൊരു ഉള്ളിലുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത് മാച്ച് ചെയ്യാൻ പറ്റുന്നത്. അതൊരു ഗുണമാണ്. അത് നമുക്ക് പല സ്ഥലത്തും ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഞങ്ങൾ പ്രായമായ ആളുകൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രായമാക്കി ചെയ്യുമല്ലോ, അത് മിമിക്രി ഉള്ളതുകൊണ്ടാണ്. നമ്മൾ ഒരുപാട് കാർട്ടൂൺ ചെയ്തിട്ടുണ്ട്. അതെ ചേട്ടാ, കൊച്ചി TV ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ലതാണ്. ഇത് എന്തൊരു ചെയ്ത ഇപ്പൊ 3 പേർക്കൊക്കെ ഒരുമിച്ചൊക്കെ ചെയ്യും നമ്മള്. അങ്ങോട്ട് പോകരുത്, നീ ഇവിടെ നിൽക്കോ എന്നൊക്കെ പറയുന്ന സാധനമില്ലേ. അതിനകത്ത് മറ്റേ കൈപ്പുള്ള എന്ന് പറഞ്ഞൊരു മറ്റേ ഒരു സാധനം വരും. ആശാനി ഞാൻ അങ്ങോട്ട് പോക്കോട്ടെ മറ്റേ അപ്പുറത്തുനിന്ന് മറ്റേ സാധനം ഇടോ പിള്ളേ നീ പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ വേറൊരു ശബ്ദം നമ്മള് ഈ പരിപാടിയൊക്കെ നമ്മൾ ചെയ്തിരുന്നത്. ഇത് നമ്മള് അറ്റ് എ ടൈം 2 പേര് കോമ്പിനേഷനിൽ ഡബ് ചെയ്ത് പോയിട്ടുണ്ടെന്ന്. ആശാനി ആ പോകുന്നൊക്കെ. അപ്പൊ അത് അന്ന് നമ്മളത് ചെയ്തു പോവുകയാണ്. ഭീകരത പറഞ്ഞുതരാം. അതായത് നമ്മൾ ചെന്നൈയിൽ ഒരു കുടിൽ വ്യവസായം പോലുള്ള ചെറിയ സ്റ്റുഡിയോക്കകത്ത് ഞാനും ഇവിടെ എഞ്ചിനീയർ ഇരിക്കും, ഇവിടെ ഞാനിരിക്കും, ഒരു മൈക്കും വെച്ച് ഇങ്ങനെ ഇരുന്നാ പറയണത്. ഒരു ദിവസം രാവിലെ 7 മണിക്ക് തുടങ്ങിയാൽ രാത്രി 8:30 വരെ ഇത് തന്നെ പരിപാടി. ഇത് ജോലിയാണ്. അപ്പൊ ഈ 2 ദിവസം കൊണ്ട് ഇത് ചെയ്തൊരു 40 എപ്പിസോഡ് തീർക്കും. വൈകുന്നേരം ചെന്നൈ ആലപ്പി ട്രെയിനിൽ തിരിച്ചു വരുമ്പോ ഇവിടെ അടയില്ല. ഇങ്ങനെയൊക്കെ ഏറ്റവും അപ്പുറപ്പുറത്ത് കയറിയിട്ട് നമ്മള് വായം തുറന്നിരിക്കുകയാണ്. ഇത് ഭയങ്കര പെയിൻഫുള്ളായി. കാരണം ഇത് 2 തരം മാറ്റി ചെയ്യല്ലേ. ഇതിൽ ഏറ്റവും കൂടുതൽ പാടുള്ള സാധനം ഈ കാർട്ടൂൺ ചെയ്യലാണ്. നമ്മുടെ ശബ്ദത്തിലല്ല ചെയ്യുന്നത്. ഇത് ഭയങ്കര ലൗഡായിരിക്കും ഈ സാധനം. ഒരിക്കലുമല്ല, ഏറ്റവും കൂടുതൽ ഭയങ്കര പാടാണ്. അതായത് നമ്മൾ അബ്യൂസ് ചെയ്യാൻ ത്രോട്ടിന് വേറെ തരത്തിൽ ഇങ്ങനെ മാറ്റി മറിച്ചോണ്ടിരിക്കുകയാണ്. അത് ഈ പറയുന്ന കുറച്ച് പൈസ കിട്ടിയിട്ട് വേണം നമുക്ക് ജീവിക്കാൻ. അപ്പൊ അതിനു വേണ്ടിയാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഈ കിട്ടിയ പൈസയിൽ പകുതി പൈസ ആശുപത്രി കൊടുക്കേണ്ടി വരും. തൊണ്ട പോയിട്ടുണ്ടാവും. ഒരു 4 ദിവസം വോയിസ് ടെസ്റ്റാണ്, വേറെ പരിപാടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് കുറെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ വെച്ചാൽ അന്നൊക്കെ എന്തല്ലോ ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇതിടുമ്പോ ഒരു ക്യാരക്ടർ കണ്ടു, അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞൊരു ശബ്ദം നമ്മൾ ചെയ്യാണ്. ഇപ്പൊ ഇത് 2-3 ശബ്ദം നമ്മൾ തന്നെ ഇത് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുകയാണ്. ഇതെന്താ നമ്മൾ അല്ല വേറൊരു ശബ്ദം നമ്മൾ പിടിക്കും. ഭയങ്കര സ്ട്രെയിൻ ആയിട്ടുള്ള ശബ്ദത്തിൽ നമ്മൾ സാധനം ചെയ്യും. അവർ ഇത് പിടിച്ചോ, ഈ ക്യാരക്ടർ ത്രൂ ഔട്ട് ഉണ്ടാവും. എന്റെ ഒക്കെ എത്തുമ്പോഴേക്കും ഭയങ്കര ശബ്ദ പരിപാടിയായിരിക്കും. അയാളെ പോലെ മേത്തൊക്കെ തീയൊക്കെ വെച്ചിട്ട് ഓടിച്ചു വിടും. അപ്പൊ ഈ ഓടണ സമയം മുഴുവൻ ഈ സ്ട്രെയിനുള്ള ശബ്ദവും തീ പിടിച്ചതിന്റെ വിഷമവും എല്ലാം കൂടി വെച്ചിട്ട് ഓടണം. കാർട്ടൂണിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതിന് ഇതുപോലെ ഗ്യാപ്പ് ഒന്നുമില്ല, ത്രൂ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമല്ലോ. ഇത് ഒന്നാമത് തമിഴിൽ നിന്നാണ് ഇത് മലയാളത്തിലേക്ക് ചെയ്യുന്നത്. തമിഴില് പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവർക്ക് ലാഗ് ഇഷ്ടമല്ല. അപ്പോ മുഴുവൻ ഈ ലാഗ് ഓടുന്ന സ്ഥലത്ത് മുഴുവനും ഡയലോഗ് പറഞ്ഞിട്ടുണ്ടാവും. ആ സാധനം മുഴുവൻ നമ്മള് മലയാളത്തിൽ പറയണം. നിങ്ങൾ ചെയ്യുമ്പോ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഏതെങ്കിലും? എനിക്ക് ഓർമ്മയൊന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഓർമ്മയിലെന്ന് പറഞ്ഞാൽ മറ്റേ എനിക്ക് നേരത്തെ ഞാൻ കഥാപാത്രവും ഇതും പേര് പറഞ്ഞിട്ട് ഞാൻ തെന്നാലി രാമൻ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. അത് അതിലാ ഒരു ചെറിയൊരു പയ്യനും ഒരു ദേവർഷി മറ്റേ ഞാൻ ചെയ്തിട്ടുണ്ട്. ഐസേജ് ഫിലിമില്ലേ, അതിൽ മറ്റേ ആ ഇതെടുത്തിട്ട് വെള്ളത്തിൽ പോകുന്ന ആ മറ്റേ കണ്ണുള്ള ജീവിയുണ്ട്, അതിന് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് പണ്ട്. അത് മറ്റേത് ചീരയാണ് എൻ്റെ ആഹാരം, അതിലാണ് എൻ്റെ ആരോഗ്യം, പോപ്പോയി എന്ന നാവികനാണ് ഞാൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളോട് വന്നിരിക്കുന്നത്. മറ്റേ വെള്ളത്തിൽ നിന്നൊക്കെ പണ്ടിതൊക്കെ ഭയങ്കര ഹിറ്റ് സാധനങ്ങളാണ്. അല്ല ഞങ്ങള് ചെയ്യാൻ തുടങ്ങുമ്പോ എനിക്ക് തോന്നുന്നു ഇതൊക്കെ കുറെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഇതിന് ഒരുപാട് വെർഷൻസ് തമിഴ് ഞാൻ കൊച്ചു ടി വി തുടങ്ങിയ പോലെ ഞാൻ അവിടെ ചോദിക്കാറില്ല. ഇപ്പോഴും സൺ ടി വി തന്നെ വിട്ടിട്ടില്ല, ഞാൻ സൺ ടി വിയിൽ ജോലിയാണ്.
ഫീമെയിൽ വോയിസസ് ഒക്കെയോ? ഇല്ല ഞങ്ങളത് പറയാറില്ല. കുട്ടികൾക്ക് ചെയ്യാൻ കാർട്ടൂണിലൊക്കെ ആവുമ്പളേ. കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ ഇതൊരു മിമിക്രി ചെയ്യുന്ന പോലെ അങ്ങനെ ഡബ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്റെ പൊന്നു വെച്ചാൽ ഇനി പെണ്ണിന്റെ വെച്ചും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കില്ലേ? അന്ന് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അതിന് വിളിച്ചോണ്ട് അത് ചെയ്യിക്കും. നിങ്ങളൊക്കെ കൊടുത്ത് ഒരു ട്രൈ ചെയ്യാൻ. എന്തായാലും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാ. അല്ല, അമ്മൂമ്മമാരുടെ വോയിസ് ഒക്കെ ചെയ്യാം. അല്ല, ഇതിനകത്ത് വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഇത് പുറത്തു അറിയാത്ത പരിപാടികളാണ്. ഇപ്പൊ സിനിമകളൊക്കെ വരുമ്പോ ലാസ്റ്റ് മൊമെന്റിൽ ചില ചേഞ്ചുകൾ വരും. ഇത് ഇപ്പൊ മിമിക്രി ബന്ധപ്പെട്ട് ഞാൻ പറയാം, ചെറിയ ചിലപ്പോൾ ഒരാളുടെ ശബ്ദമോ ഇല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു സാധനം വരുമ്പോൾ നമുക്ക് അതിനെ മാച്ച് ഇപ്പൊ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മിമിക്രി അറിയുന്നുണ്ട്. ഇപ്പോൾ ഒരു വലിയൊരു ഒരാളുടെ ഒരു പ്രായമുള്ള ഒരാളുടെ വോയിസ് ഇത് നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞ് സിനിമ എഡിറ്റ് പോയി എല്ലാം മിക്സിന്റെ സമയത്ത് ചിലപ്പോൾ ഒരു ഡയലോഗ് അവിടെ മെയിൻ ഡയലോഗ് വല്ല ആഡ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ആ ആർട്ടിസ്റ്റ് അവൈലബിൾ ആയിരിക്കില്ല. നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. എത്രയോ വലിയ സിനിമകൾ നമ്മൾ ഒരു മനുഷ്യരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇത് പറഞ്ഞിട്ടായിരിക്കും അല്ല, അത് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ അവസ്ഥ കൊണ്ട് വൃത്തികേടാണ്, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം അത് പോവാതെ സിനിമ റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് 98-99% അറിയില്ല. 1% പേര് ചിലപ്പോൾ അത് കണ്ടുപിടിച്ചേക്കാം. അത്രയല്ല. ചലഞ്ചിങ് ഞങ്ങൾ ചെയ്തിട്ടുള്ള പടങ്ങളിൽ അത് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും ആ സ്ട്രഗ്ലിംഗ് പീരീഡ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അല്ലേ ചേട്ടാ? ഓരോ സ്ഥലത്ത് കയറി ശരിക്കും ബുദ്ധിമുട്ടാണ്. അല്ല, ആ ഒരു ടൈമിലേ അല്ല സീരിയസ്ലി വളരെ. ഹലോ, ഇപ്പൊ നമ്മൾ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഡബ് ചെയ്യണം ഇല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. നമുക്ക് മെസ്സഞ്ചറിലായിരിക്കും ഇല്ലെങ്കിൽ ഈ ഇൻസ്റ്റയിലൊക്കെ അയക്കും. പക്ഷെ ഇവരുടെ എല്ലാം ലക്ഷ്യം ഇല്ലെങ്കിൽ ഒരു നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന പേര് നമുക്ക് നോക്കാമെന്ന് ചെയ്യിപ്പിക്കും. പക്ഷേ ഇവരുടെയൊക്കെ എന്ന് വെച്ചാൽ ഇതിൻ്റെ അപ്പുറത്ത് ഉള്ള ചില സെലിബ്രിറ്റി സെറ്റപ്പ് ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ അതിൽ കിട്ടുന്ന ഒരു ഫെയിം, അതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. ഇല്ലെങ്കിൽ ഇവരുടെ മനസ്സുള്ളതാണ്. ഇല്ലെങ്കിൽ ഇത് ചെയ്താൽ ഒരു പൈസ വരാം. ഇപ്പം ഞങ്ങളുടെ അടുത്ത് വളരെ കോമഡികളുണ്ട് ഒരാൾ വിളിക്കുന്നത്, ഇപ്പം ഞാൻ ജോലിയൊക്കെ നിർത്തി വെറുതെ ഇരിക്കുകയാണ്, അപ്പോൾ കുറച്ച് ഡബ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലുള്ള ഒരുപാട് രസകരമായ ആളുകൾ വിളിക്കും. അത് ഓരോരുത്തരുടെയും ലക്ഷ്യം വേറെയാണ്. അപ്പോൾ അല്ല, ഇതിനകത്ത് ജെനുവിനായിട്ട് വരുന്ന ആളുകളുണ്ട് കേട്ടോ. ജെനുവിനായിട്ട് വരുന്ന ആളുകൾ നമ്മുടെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ കൽക്കിൽ തന്നെ ഒരുപാട് പുതിയ ആളുകളും നമ്മൾ എല്ലാം ഇപ്പോൾ ഇവിടെ ഉള്ള പലരും പറയും എന്നെ വിളിക്കാറില്ലല്ലോ, എന്താ വിളിക്കാത്തത്? നമ്മൾ ഉറപ്പായിട്ടും എല്ലാവരെയും വിളിക്കാറുണ്ട്. ഇല്ലെങ്കിൽ എല്ലാ പടത്തിലും എല്ലാവരും ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് എന്താണോ മാച്ചിങ് ആയിട്ടുള്ള വോയിസ് അത് നമുക്ക് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഇത് അവർക്ക് അയച്ചു കൊടുക്കുക. അവരാണ് സെലക്ട് ചെയ്യുന്ന മെയിൻ ക്യാരക്ടേഴ്സൊക്കെ. അപ്പോൾ അതിൽ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അല്ല, ഇപ്പോൾ പാർവതി ചെയ്ത ഇപ്പോൾ ഒരു പാർവതിയെ വിളിച്ച് ഉപയോഗിച്ചു. ആ പാർവതി ചെയ്ത സാധനം എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പൊ പാർവതിക്ക് ചെയ്യണ്ടേ? അല്ല, അപ്പൊ പാർവതിക്ക് ചെയ്യണ്ടേ? പാർവതിയും ഇത് ചെയ്യാൻ നിൽക്കുന്ന ആളല്ലേ? അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതിന് ഉത്തരം എന്ന് പറയാൻ ഇല്ല. ഇപ്പൊ ഞാൻ ചെയ്തില്ല, എന്ത് പറയാൻ? നമുക്ക് ഉത്തരങ്ങളില്ല. ഇപ്പൊ നമുക്ക് വളരെ അടുത്ത ആൾക്കാരായിരിക്കും ചോദിക്കുന്നത്, നമുക്ക് മറുപടികളൊന്നുമില്ല. എന്ത് പറയാനാ? അത് അവർ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അവരെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ വലിയ രീതിയിലല്ല അത് പറയുന്നത്, വളരെ നല്ല രീതിയിൽ തന്നെ നല്ല ഉദ്ദേശത്തോടുകൂടി തന്നെ പറയുന്നു. അവരും അത് മനസ്സിലാക്കണം അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ. കാരണം നമുക്ക് ഉത്തരമില്ല. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒത്തിരി ആളുകൾ വരുന്നത് കൊണ്ട് എങ്ങനെയാണ് ആളുകളെ ചൂസ് ചെയ്തെടുക്കുന്നത് അതിൽ നിന്ന്? ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. പാർവതി ബുക്കൊക്കെ എടുക്കുമെന്ന് എനിക്ക് സംശയമാണ്. കുറച്ചു കഴിഞ്ഞ് ബുക്കൊക്കെ എടുത്ത് പക്ഷെ നിങ്ങളെ ഇത് തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താ? ഈ ഒരു കരിയർ മതി എന്താണെന്നറിയാം, അത് ഭയങ്കര രസമാണ്. അതായത് അല്ല, വളരെ സീരിയസ് ആയിട്ട് പറയണം. അതായത് ഒരു വാക്കിലെ തന്നെ 3 അക്ഷരങ്ങൾ കേൾക്കാതെ ആദ്യത്തെ അക്ഷരത്തിന്റെ തുടക്കം കേട്ട് അവസാനം പൊട്ടിച്ച് കളയാന്നൊക്കെ പറഞ്ഞ പരിപാടി, കലാഭവൻ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. നീ പോകണമെന്ന് അവർ പറഞ്ഞത് എന്തോരം മുന്നോട്ട് കണ്ടിട്ടാണ് അവർ പറഞ്ഞത്. എൻ്റെ അടുത്ത് സ്കൂളിൽ ഞാൻ സ്കൂൾ ലീഡറൊക്കെ ആയിരുന്നു. അപ്പോൾ തമാശ പറയട്ടെ, 10ാം ക്ലാസ്സിൽ സ്കൂൾ ലീഡർ തോക്കും എന്ന് അവർ പറഞ്ഞിരുന്ന വർഷമായിരുന്നത്. അപ്പൊ അതിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്കത് ഇപ്പൊ 10 മുതൽ 50% വരെ ഡിസ്കൗണ്ടുമായി ആ ഡിസൈൽ എന്നൊക്കെ പറയുന്ന സാധനം ആ സ്പീഡിൽ പറയണം. അത് മാച്ച് ചെയ്യണം. ഇപ്പൊ 10 സെക്കൻഡിൽ ഈ സംഭവം പറഞ്ഞ് ഇത്ര മിനിറ്റിനുള്ളിൽ ഇത് തീർക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ചലഞ്ചാണ്.